ഞാൻ ഏതാണ്ട് 1.5 വർഷത്തിലധികമായി CPM CI2 വിട്ട് BMSൻ്റെ ചുമതലയിൽ പ്രവർത്തിക്കുകയായിരുന്നു. ഇപ്പോഴാണ് BJP റിക്വസ്റ്റ് മാനിച്ച് BJP അംഗത്വം എടുത്ത് ഇലക്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ BJP നേതൃത്വം അതിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട് പരിചയസമ്പന്നതയുള്ളവരെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നതിൻ്റെ ഭാഗമായി 3 വട്ടം ജനപ്രതിനിധിയായിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും ആ പരിചയസമ്പന്നതയും പ്രയോജനപ്പെടുത്തുവാൻ ഈ വാർഡിൽ മത്സരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അതിൻ്റെ ഭാഗമായി ഞാൻ സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചു. പിന്നെ ശക്തമായ പ്രതിഷേധം CPMനോടും CI2നോടും എനിക്കുണ്ടായതിൻ്റെ ഭാഗമായിട്ട് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രതിഷേധത്തിനൊടുവിലാണ് ഞാൻ CPM CI2 വിടേണ്ടുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ പ്രസ്ഥാനങ്ങളിൽ നിന്ന് നടമാടുന്നത്. അതിൽ എല്ലാം ഏകാധിപത്യമാണ്. നമ്മളെല്ലാം പഠിപ്പിച്ചത്, ഞാൻ എൻ്റെ 13ാമത്തെ വയസ്സിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നയാളാണ്. നമ്മൾ വിമർശനം, സ്വയം വിമർശനം, അതാണ് നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ വിമർശനം ഉന്നയിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു കമ്മിറ്റിയിലും, അത് പാർട്ടി കമ്മിറ്റിയിലായാലും ട്രേഡ് യൂണിയൻ കമ്മിറ്റിയിലായാലും നേതാവിനെ വിമർശിക്കാൻ പറ്റില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ പിണറായി വിജയൻ ആണ് ഏകാധിപതി. CI2 സംസ്ഥാന കമ്മിറ്റിയിൽ അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള എളമരം കരീമാണ് ഏകാധിപതി. ആ കമ്മിറ്റികളിലൊന്നും ഉന്നതരായ നേതാക്കൾ പോലും ഒരു വിമർശനം ഉന്നയിക്കാറില്ല. പക്ഷേ ഞാൻ ഉന്നയിക്കാറുണ്ടായിരുന്നു. എൻ്റെ ബന്ധപ്പെട്ട പാർട്ടി ഏരിയ കമ്മിറ്റി ആ ഫോറത്തിലും CI2വിൻ്റെ ബന്ധപ്പെട്ട ഫോറങ്ങളിലും ഒക്കെ ഞാൻ ശക്തമായി എൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഈ ഭരണവുമായി ബന്ധപ്പെട്ട്, പിണറായി സർക്കാരിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതിയും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച് കമ്മിറ്റികളിലൊക്കെ തന്നെ തുറന്നടിച്ച് ഒരു ഒറ്റപ്പെട്ട നിലയിലാണ് കഴിഞ്ഞ 3-4 വർഷക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ട്രേഡ് യൂണിയൻ രംഗത്താണെങ്കിൽ ഞാൻ 19 വയസ്സിൽ ചുമട്ടുതൊഴിലാളി യൂണിയൻ്റെ കേശവദാസപുരം മേഖലാ സെക്രട്ടറി, ഏതാണ്ട് 500 തൊഴിലാളികളുള്ള കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തനം ആരംഭിച്ച് അതിൻ്റെ ജില്ലാ ഭാരവാഹിയും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായി കഴിഞ്ഞ 38 വർഷക്കാലമായി പ്രവർത്തിച്ചിട്ട് ആ യൂണിയൻ്റെ, ചുമട്ടുതൊഴിലാളി യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഏറ്റവും ജൂനിയറായിട്ടുള്ള എളമരം കരീമിനെ പോലെ CI2വിൻ്റെ മറ്റ് നേതാക്കൾ പറയുന്നത് അനുസരിക്കുന്ന ആളെ തീരുമാനിക്കുന്ന അവസ്ഥ വരുമ്പോൾ എൻ്റെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ എന്നെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരമാവധി പരിശ്രമങ്ങൾ നടത്തി. ഞാൻ CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായി കഴിഞ്ഞ 34 വർഷക്കാലം കൊണ്ട് ഇടതടവില്ലാതെ പ്രവർത്തിക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ നേതാക്കളുടെ എല്ലാം ആശ്രിതരായിട്ടുള്ളവർ ഏരിയ ജില്ലാ നേതാക്കളായി മാറിയിട്ടുണ്ട്. പക്ഷേ കഠിനമായി താഴെത്തലത്തിൽ പ്രവർത്തിക്കുന്ന, ശക്തമായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ഈ പാർട്ടിയിലും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലും ഒന്നും ഒരു സ്ഥാനവും നൽകില്ല എന്നുള്ളൊരവസ്ഥ, അവഗണന മാത്രം. അപ്പോൾ ശക്തമായി CPMനെ സംബന്ധിച്ച് വിമർശനം, സ്വയം വിമർശനം. പക്ഷേ ഇപ്പോൾ വിമർശനം ഉന്നയിച്ചാൽ അത് വ്യക്തിനിഷ്ഠമായി എടുത്തിട്ട് അത്തരം ആളുകളെ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പിന്നെ സർക്കാരിൻ്റെ നയത്തെ സംബന്ധിച്ച് ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ളതിലേക്ക് സർക്കാർ ആ തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചുകൊണ്ടുള്ള പ്രവർത്തനം, ഒരു കോർപ്പറേറ്റ് വൽക്കരണമാണ് ഇന്നിപ്പോൾ ഈ സംസ്ഥാനത്ത് നടക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ നടത്തുന്ന എല്ലാ പ്രോജക്റ്റും അഴിമതിയാണ്. കിഫ്ബി പോലുള്ള പദ്ധതികൾ, ആ കിഫ്ബി പോലുള്ള പദ്ധതികളിൽ ഒരു 140 മണ്ഡലത്തിലും 140 പ്രോജക്റ്റ് കൊണ്ടുവന്ന് കടം മേടിച്ചിട്ട് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള സ്ഥാപനങ്ങൾ, വ്യവസായങ്ങളൊക്കെ ആരംഭിച്ചിരുന്നുവെങ്കിൽ അത് പ്രത്യുൽപാദനപരമായിരിക്കും. ലക്ഷക്കണക്കിനായിട്ട് കേരളത്തിലെ അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ചെയ്യുന്നത് പല താല്പര്യങ്ങൾ, അഴിമതിയാണ് ഏറ്റവും പ്രധാനം. കിഫ്ബി വഴി ആയിരക്കണക്കിന് കോടി രൂപ കടമെടുത്തിട്ട് അനാവശ്യമായിട്ടുള്ള റോഡുകളും പാലങ്ങളും. ഞാനൊരു ഉദാഹരണം പറയാം. ഈ കഴക്കൂട്ടം മണ്ഡലത്തിൽ തന്നെ ബൈപ്പാസ് ഉണ്ട്. ബൈപ്പാസ് നിലവിലുള്ളപ്പോൾ ആ ബൈപ്പാസിനോട് ചേർന്നിട്ട് പേട്ട ഒരുവാതിൽക്കോട്ട പുതിയ റോഡ് നിർമ്മിക്കുകയാണ് ആയിരക്കണക്കിന് കോടി രൂപ ഉപയോഗിച്ചിട്ട്. ഒരു 100 മീറ്ററോ 200 മീറ്ററോ പോകുമ്പോൾ വലിയ ബൈപ്പാസ് ഉള്ളപ്പോൾ ആ ബൈപ്പാസിന് സമാന്തരമായി ആയിരക്കണക്കിന് കോടി രൂപ കടമെടുത്തിട്ട് ഒരു റോഡ് നിർമ്മിക്കുകയാണ്. എന്നാൽ അവിടെ മുൻകാലങ്ങളിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുത്തിരുന്ന കയർ ഫാക്ടറികളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടച്ചുപൂട്ടപ്പോഴും പറ്റും. അവിടെയെല്ലാം ഈ ആയിരക്കണക്കിന് കോടി രൂപ എടുത്തിട്ട് റോഡിൻ്റെ ആവശ്യമായ വികസനം നടത്തിയിട്ട് അവിടെ പുതിയ സംരംഭങ്ങൾ, വ്യവസായങ്ങൾ ഒക്കെ തുടങ്ങിയിരുന്നെങ്കിൽ അതിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് ആളുകൾക്ക് അവിടെ തൊഴിൽ നൽകാൻ പറ്റും. ഒരു തൊഴിലാളി വർഗ ഗവൺമെൻറ് എന്നുള്ളതിലേക്ക് ജനങ്ങൾക്ക്, പരമാവധി അഭ്യസ്തരായിട്ടുള്ളവർക്ക് തൊഴിൽ കൊടുക്കുവാൻ ആവശ്യമായിട്ടുള്ള സംരംഭങ്ങൾ, വ്യവസായങ്ങൾ അത് കേരളത്തിൽ കൊണ്ടുവരുന്നതിന് പകരം അത് പ്രഖ്യാപനം മാത്രം. ആകെ നടക്കുന്നത് കാശ് മുഴുവൻ കുഴിച്ചിടുന്നു, അഴിമതി നടത്തുന്നു.
പിന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ഏകോപനമില്ലാത്ത വികസനം. ഇപ്പോൾ ഡ്രെയിനേജ്, ഇപ്പോൾ ഈ ഉള്ളൂർ വാർഡിൽ തന്നെ എടുത്താൽ ഡ്രെയിനേജിന് ഒരു പ്രധാനപ്പെട്ട റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് ഏതാണ്ട് 1.5 കിലോമീറ്റർ വെട്ടിപ്പൊളിച്ചിട്ട് 5 വർഷമായി. അവിടെ ദുരിത ജീവിതം, ശ്രീനാരായണ നഗർ, പ്രശാന്ത നഗർ, ശ്രീനാരായണ നഗർ റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് 5 വർഷമായി. ഒരു ഏകോപനവുമില്ല. ഇനിയിപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയാണ് ആരംഭിച്ചു. അതിനിപ്പോൾ നടക്കാൻ തുടങ്ങുമ്പോഴേക്കും അടുത്ത ഗ്യാസ് ലൈൻ വരും. അപ്പോൾ ഒരു ഏകോപനമില്ലാതെ റോഡുകൾ വെട്ടിപ്പൊളിച്ച് ഈ പ്രദേശത്ത് ആകെ തന്നെ ജനങ്ങൾക്ക് ഗതാഗത കുരുക്കും മറ്റ് ജനങ്ങൾക്ക് അവരുടെ മനുഷ്യജീവന് യാതൊരു വിലയുമില്ല. ഒരു ഏകോപനമില്ലാത്ത വികസനം. ഇതെല്ലാം തന്നെ ആയിരക്കണക്കിന് കോടി രൂപ അഴിമതി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രത്യുൽപാദനപരമായി അല്ലെങ്കിൽ അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ നൽകാൻ പറ്റുന്ന രൂപത്തിൽ ഒരു തൊഴിലാളി വർഗ ഗവൺമെൻറ് എന്നുള്ളതിലേക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ ഒരു ഏകാധിപത്യ രൂപത്തിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് കോടി രൂപ കടമെടുത്തിട്ട് അനാവശ്യമായിട്ടുള്ള പദ്ധതികളിലേക്ക് പോകുന്നൊരവസ്ഥ. ഈ 140 മണ്ഡലമുണ്ട്. ആ മണ്ഡലങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ്, ഒരു വ്യവസായം, ആയിരക്കണക്കിന് പേർക്ക് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ? ഇത് ആളോഹരിയായി എല്ലാവരെയും കടക്കണിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പ്രളയമായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ വികസനം അവിടെ അസ്തമിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ്. ആ രൂപത്തിലുള്ള കെടുകാര്യസ്ഥത, അഴിമതിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അഴിമതിയാണ് ഈ ഗവൺമെൻറ് കഴിഞ്ഞ് ഏതാണ്ട് 10 വർഷത്തോളം അടുക്കുമ്പോൾ 2 ടേമായി നടത്തിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ദൈവത്തെ പോലും വെറുതെ വിടുന്നില്ല. ശബരിമലയിൽ നടന്നിട്ടുള്ള അഴിമതി, ഇതെല്ലാം കണ്ടിട്ട് എങ്ങനെ ഇടതുപക്ഷ പ്രവർത്തകർ പ്രതികരിക്കാതിരിക്കുന്നുവെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇടതുപക്ഷ അനുഭാവമുള്ളവരെ സംബന്ധിച്ച് പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ BJPയെ സംബന്ധിച്ച് LDFും UDFും ഇവിടെ ഭരിച്ച് ഈ നാടിനെ തകർത്തു, സാമ്പത്തികമായി കടക്കണിയിലാക്കി ഈ നാടിനെ. ആ സ്ഥാനത്ത് BJP ഒരു ഓപ്ഷൻ, BJPയെ സംബന്ധിച്ച് ഒരു ബദൽ നയം ഉയർത്തുന്നു. തിരുവനന്തപുരം നഗരം ഉൾപ്പെടെ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വികസിത ഒരു നയം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ 35 കൗൺസിലർമാർ BJPക്കുണ്ട്. ഏതാണ്ട് 15 സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്ത് ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എത്തിയിട്ടുണ്ട്. അപ്പോൾ BJPയെ സംബന്ധിച്ച് ഏതാണ്ട് ഭരണത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു ജനസ്വാധീനമുണ്ട്. ഇന്നിപ്പോഴാണെങ്കിൽ BJP പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ BJP ഭരണം തിരുവനന്തപുരം നഗരത്തിലുണ്ടായാൽ 45 ദിവസത്തിനുള്ളിൽ ഒരു മാസ്റ്റർ പ്ലാൻ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. ഈ തിരുവനന്തപുരം നഗരത്തെ സംസ്ഥാനത്തെ, ഈ രാജ്യത്തെ 1ാമത്തെ നഗരമായി സമയബന്ധിതമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കും. ഇതേ സംബന്ധിച്ച് നമ്മളെല്ലാം വീടുകളിലേക്ക് പോകുമ്പോൾ, ഞാനിപ്പോൾ CPMൽ നിന്ന് BJPയായി മത്സരിക്കുമ്പോൾ വലിയ സ്വാഗതാർഹമായിട്ടുള്ള ഒറ്റപ്പെട്ട ചില പ്രതികരണങ്ങൾ ഒഴികെ എല്ലാവരും ഈ തീരുമാനം അംഗീകരിക്കുന്ന രൂപത്തിലാണ്. വികസനത്തിന് വേണ്ടി രാഷ്ട്രീയം മറന്നുകൊണ്ട് നാടിൻ്റെ പൊതുവികസനത്തിന് കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ 3 വർഷമായി ഭരണം കൈയാളുന്ന കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന ആ പോളിസിക്കൊപ്പം നിൽക്കുന്നതിനെ സംബന്ധിച്ച് നിഷ്പക്ഷമതികളായിട്ടുള്ളവർ, നഗരവികസനം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് സപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിയാണ്. ഇന്നിപ്പോൾ ദുഷിച്ചു നാറിയിട്ടുള്ള ഒരു നഗരം അഴിമതിയാണ്. പട്ടികജാതിക്കാരന് എൻ്റെ ഈ വാർഡിലും പട്ടികജാതിക്കാരന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ലാപ്ടോപ്പ് ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് വലിയ പത്രവാർത്ത വരുന്നത്. 26 ലക്ഷം രൂപ ലാപ്ടോപ്പിൻ്റെ പട്ടികജാതിക്കാരന് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച ആ ഫണ്ട് പൂർണ്ണമായും വിഴുങ്ങിയിരിക്കുന്നു. ഇത് എന്ത് രീതിയാണ്? ഞാനെല്ലാം 2 വട്ടം കൗൺസിലറായിരുന്നു, പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്നു. ജനകീയാസൂത്രണവുമായി ബന്ധപ്പെട്ടും മറ്റ് വിവിധ കേന്ദ്ര സംസ്ഥാന പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോഴേക്കും അതെല്ലാം വ്യവസ്ഥാപിതമായിരുന്നു. അതിൽ നിന്നൊന്നും 1 രൂപയും ആർക്കും അപകരിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഒന്നിനും ഒരു കണക്കും വഴക്കുമില്ല. എല്ലാ അഴിമതിയുടേതായിട്ടുള്ളൊരു കാലം. തിരുവനന്തപുരം നഗരഭരണത്തെ സംബന്ധിച്ച് ഒരു കുത്തഴിഞ്ഞൊരവസ്ഥയാണ്. ഏത് മേഖലയെടുത്താലും അഴിമതിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ചപ്പുചവറുകളുടെ സംസ്കരണം ഉൾപ്പെടെ ഏതാണ്ട് ഇവിടെയെല്ലാം തന്നെ ഒരു നഗരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം പട്ടണം, ശ്രീപത്മനാഭൻ കുടികൊള്ളുന്ന ഈ നഗരത്തെ സംബന്ധിച്ച് മലീമസമായിട്ടുള്ളൊരവസ്ഥയാണ് ഇന്നിപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം തീർച്ചയായും BJPയുടെ നേതൃത്വത്തിലുള്ള നഗരഭരണം വന്നാൽ ഉണ്ടാകുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വലിയ സ്വീകാര്യതയുണ്ട്. ഈ ഉള്ളൂർ പോലുള്ള വാർഡ് ഇതുവരെ BJP ഏതാണ്ട് വിജയത്തോടടുത്ത് എത്തിയിട്ടുള്ള വാർഡാണ്. തീർച്ചയായും ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ BJP വിജയിക്കുമെന്നുള്ളതിലേക്ക് കക്ഷി രാഷ്ട്രീയം മറന്ന് ജനങ്ങൾ സഹകരിക്കുന്ന ഒരവസ്ഥയാണ് പ്രചരണ രംഗത്ത് അനുഭവപ്പെട്ടിട്ടുള്ളത്.